ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശാലും അക്ഷരയും ഒരുമിച്ച് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അക്ഷരയുടെ വിഷമങ്ങളെല്ലാം തന്നെ വിശാലിനോട് പറയുകയാണ്. അപ്പോൾ വിശാൽ ചോദിക്കുകയാണ്, എന്താണ് നീയും നിരഞ്ജനും തമ്മിലുള്ള ഇത്രമാത്രം അധികം പ്രശ്നം? അപ്പോൾ അക്ഷര പറയണ, എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഞാൻ വിശാൽ നിന്നോട് പറയാം. പക്ഷേ വിശാൽ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിന്നോട് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത്. എന്ന് കരുതി നീ എന്നോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ മറന്നു എന്നൊന്നും നീ കരുതരുത്. എനിക്കിപ്പോൾ എന്നെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്റെ സഹായം തേടുന്നത്. അപ്പോൾ വിശാൽ ചോദിക്കുകയാണ്, ഞാനൊരിക്കലും നിന്നെ ചതിക്കില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഞാൻ പഴയ വിശാലല്ല. അതുകൊണ്ട് അക്ഷര, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ അക്ഷരയും വിശാലും കൂടി കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോഴാണ് അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങുന്നത് നിരഞ്ജൻ കാണുന്നത്. എന്നിട്ട് നിരഞ്ജൻ വിശാലിൻ്റെ ഫോണിലേക്ക് വിളിക്കാണ്ടോ. അപ്പോൾ അക്ഷരയോട് പറയണേ, നിരഞ്ജൻ സാറാണ് വിളിക്കുന്നത്. ഞാൻ ഫോണെടുത്ത് പറയട്ടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന്? അത് വേണ്ട വിശാൽ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണെന്നുള്ള കാര്യം ഇപ്പോൾ തൽക്കാലം അദ്ദേഹത്തിനോട് പറയണ്ട. അതെന്താ അക്ഷര നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയും. ഞാൻ ഇതുവരെയും നിരഞ്ജൻ ഡോക്ടറോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. നീ എന്നോടൊപ്പം ഉള്ളത് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പ്രശ്നമുണ്ടാകുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് വിശാൽ. അതുകൊണ്ട് ഞാൻ ഒപ്പമുള്ളത് തൽക്കാലം പറയണ്ട. അപ്പോൾ നിരഞ്ജൻ്റെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, അല്ല വിശാൽ ഇപ്പോൾ എവിടെയുണ്ട്? ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. മീറ്റിങ്ങിലോ? അതെ, ഞാനിപ്പോൾ 2-3 ക്ലയൻ്റ് ഉണ്ട് എൻ്റെ കൂടെ. എന്തെങ്കിലും അർജൻ്റ് ഉണ്ട്? അർജൻ്റ് ഒന്നുമില്ല, എനിക്ക് വിശാലിനെ ഒന്ന് കാണണമായിരുന്നു. എങ്കിൽ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ ഡോക്ടറെ വിളിക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഇല്ല, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ 2-3 പേരുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന നിരഞ്ജന് പുഞ്ചിരിക്കുകയാണ്. നിരഞ്ജൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ്. വിശാലും അക്ഷരയും വീണ്ടും ഒന്നിക്കണം, എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം. എനിക്ക് എൻ്റെ കണ്ണടയുന്നതിൻ്റെ മുന്നേ അതാണ് കാണേണ്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് വിഷമത്തോടുകൂടി നിരഞ്ജൻ ഇതൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ വിശാലിനെയും കൂട്ടി അക്ഷരങ്ങ് മാറി നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള ആ ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുക്കുകയാണ്. നിരഞ്ജനും മാലിനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് കാണുന്ന വിശാൽ പറയണ, ഇല്ല അക്ഷര, നിന്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ അറിയുന്ന ഡോക്ടർ ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധത്തിൽ പോയി ചാടില്ല. ഇതിപ്പോൾ വേറെന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലാതെ അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമുള്ള ആളല്ല നിരഞ്ജൻ. അതുകൊണ്ട് ഇതൊരിക്കലും വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ വിശാൽ, അദ്ദേഹത്തെക്കുറിച്ച് ഞാനും ഇതുവരെയും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് 2 മുഖമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അറിയുന്ന അദ്ദേഹം ഒരു പാവമായിരുന്നു. പക്ഷേ ഈയിടെയായി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ അറിയുന്ന ഒരു അദ്ദേഹം ഇങ്ങനെ ഒന്നും എന്നോട് പെരുമാറിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സ്ത്രീ കാരണമാണ് അദ്ദേഹം ഇങ്ങനെ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് വിശാൽ, ആരും അറിയാതെ ഇദ്ദേഹവും ഈ നിൽക്കുന്ന പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണം. എന്നിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാനാണ്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ വിശാൽ പറയണ, അക്ഷര, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്ക് അറിയാവുന്ന ഡോക്ടർ ഇങ്ങനെയുള്ള സ്വഭാവക്കാരനല്ല. അതൊക്കെ വിശാൽ പറഞ്ഞത് ശരിയാണ്. ഞാൻ അറിയുന്ന അദ്ദേഹം ഇങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നില്ല, പാവമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 2 മുഖമുണ്ടോ എന്ന് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് വിശാലിനോട് ഞാനിപ്പോൾ ഇക്കാര്യം പറഞ്ഞത്. അതുകൊണ്ട് വിശാൽ, അദ്ദേഹം അറിയാതെ അദ്ദേഹം ആരാണ് ഈ പെൺകുട്ടി എന്നുള്ളതും അദ്ദേഹം ഈ പെണ്ണും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അക്ഷരയും വിശാലും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വിശാൽ വാക്ക് കൊടുക്കുകയാണ്, ഞാൻ ഡോക്ടറും ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയും തമ്മിൽ എന്തിൻ്റെ പേരിലായുള്ള ബന്ധമാണെങ്കിലും അത് എന്ത് തന്നെ ആണെങ്കിലും ശരി, ഞാൻ അക്ഷരയെ അക്കാര്യം ഞാൻ കണ്ടുപിടിച്ച് അറിയിച്ചിരിക്കുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത ശേഷമാണ് തിരിച്ച് അക്ഷരയുമായിട്ട് വിശാൽ വീട്ടിലേക്ക് എത്തുന്നത്. ജയശങ്കർ ഈ സമയം നല്ല ടെൻഷനിലാണ്. വിശാലിനോടൊപ്പം അക്ഷര പോയത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. പിന്നെ വിശാലിനെ ഒരിക്കലും വിശ്വസിക്കരുത്, അവൻ ചതിക്കും, എൻ്റെ മോളെ ചതിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ജയശങ്കർ നിൽക്കുന്നത്. അപ്പോഴാണ് കാഞ്ചന വരുന്നത്. ഏട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേണ്ട. ഏട്ടൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? എൻ്റെ മോൻ വിശാലിനോടൊപ്പമാണ് അക്ഷര പോയിട്ടുള്ളത്. അതിലിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവാനിരിക്കുന്നത്? എന്നെക്കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട. അവനെ വിശ്വസിച്ചത് കൊണ്ടാണ് അക്ഷരയ്ക്ക് ഇന്ന് ഈ ഗതി വന്നത് തന്നെ. അതുകൊണ്ട് നീ എന്നെക്കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കേണ്ട. എന്താ ഏട്ടാ ഈ പറയുന്നത്? അക്ഷര പോയിട്ടുള്ളത് ശ്രുതിമോളുടെ അച്ഛനോടൊപ്പമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഏട്ടൻ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവാൻ നിൽക്കുന്നത്. അത് ശരി, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഒരിക്കലും നിന്റെയും നിന്റെ മോൻ്റെയും മനസ്സിലിരിപ്പ് പോലെ നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും അക്ഷരയും നിരഞ്ജനും തമ്മിൽ പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഈ മോഹമൊക്കെ നീ മനസ്സിൽ വെച്ചേക്ക്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ മര്യാദയ്ക്ക് നീ എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ ജനയോട് ജയശങ്കർ അങ്ങ് ദേഷ്യപ്പെടട്ടെ. അപ്പോൾ കാഞ്ചന ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവുകയാണ്. വിശാലും
അക്ഷരയും കൂടി ഒരുമിച്ച് കാറിൽ നിന്നും ഇറങ്ങി വരുന്നതും ജയശങ്കറിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതൊക്കെ കാണുമ്പോൾ ജയശങ്കർ നല്ല ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് അക്ഷര അകത്തേക്ക് കയറി പോകട്ടെ, വിശാൽ ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിശാൽ പോകാൻ നിൽക്കുമ്പോൾ ഒന്നവിടെ നിന്നേ എന്ന് ജയശങ്കർ പറയണേ. എന്നിട്ട് പറയണേ, നീ എന്ത് ഉദ്ദേശിച്ചാണ് എൻ്റെ മോളോടൊപ്പം നീ പോയത്? അതെന്താ അങ്കിൾ ഈ പറയുന്നത്? അങ്കിൾ വിചാരിക്കുന്നത് പോലെയല്ല. അക്ഷരയ്ക്ക് ഒരുപാട് ടെൻഷനുണ്ട്. അക്ഷരയ്ക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അവളുടെ ഭർത്താവായ നിരഞ്ജനെ നോക്കിക്കോളും, പോരാത്തതിന് അവളുടെ ഡാഡിയായ ഞാനും നോക്കിക്കോളും. നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. വിശാൽ പറയണേ, എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു താല്പര്യവുമില്ല. പക്ഷെ അക്ഷര പറഞ്ഞാൽ എനിക്ക് പിന്നെ അനുസരിച്ചല്ലേ പറ്റൂ. എനിക്ക് അങ്കിളിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്ക് അങ്കിളിനെക്കാട്ടും വലുതും എനിക്ക് അക്ഷര തന്നെയാണ്. അക്ഷരയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് അക്ഷര വിളിച്ചാൽ ഇനിയും ഞാൻ ഇവിടേക്ക് വരും. അക്ഷരയുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അക്ഷരയും നിരഞ്ജനും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ്. മനസ്സിൽ ഒരു കള്ളത്തരവുമില്ല. അക്ഷരയും നിരഞ്ജനും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് അക്ഷരയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അങ്കിൾ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ എനിക്കതിലൊരു കുഴപ്പവുമില്ല. ഇനിയും ഞാൻ അക്ഷര വിളിച്ചാൽ ഇവിടേക്ക് വരികയും ചെയ്യും. അക്ഷരയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്കിൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വിശാൽ പോകുന്നത്. പിന്നീട് രാത്രിയിൽ നിരഞ്ജൻ്റെ അമ്മയുടെ അടുത്തേക്ക് നിരഞ്ജൻ വരികയാണ്. അപ്പോൾ എന്താ മോനെ ഇത്ര ലേറ്റ് ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ, ഞാനൊരു ഡോക്ടറാണെന്നുള്ളത്, അതുകൊണ്ട് കുറച്ച് തിരക്കിലാണിപ്പം. അല്ല മോനെ, നിൻ്റെ പെരുമാറ്റത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ടല്ലോ. നിനക്കിപ്പോൾ ഇങ്ങനെ എന്താ ഒരു സ്വഭാവം? നിനക്ക് ഈ വക ശീലങ്ങളൊന്നും ഇല്ലാതിരുന്നതാണല്ലോ. അതെന്താ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയതുപോലെ സംസാരിക്കുന്നത്? അമ്മയെ കാണാൻ വേണ്ടി വരുന്ന സമയം രാത്രിയെന്നോ പകലെന്നോ എന്നൊന്നും ഒരു മക്കൾ നോക്കില്ലല്ലോ. പിന്നെ എന്താ ഞാൻ വരുന്നതിൽ അമ്മയ്ക്ക് ഇത്ര നീരസം? എനിക്ക് നീ വരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ കല്യാണം കഴിഞ്ഞ മക്കൾ വരുന്ന സമയത്ത് ഭാര്യയെയും അവരുടെ മക്കളെയും കൂട്ടി വരുമ്പോൾ അത് ഏതൊരമ്മമാർക്കും ഒരുപാട് സന്തോഷമുണ്ടാവും. അതാണ് ഞാനും ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ ഇന്ന് അമ്മയോടൊപ്പം താമസിക്കാനാണ് ഇവിടേക്ക് വന്നത്. നീ ഇവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല. പക്ഷേ നീ തനിച്ച് താമസിക്കുന്നതിനോടാണ് എനിക്ക് ചെറിയ ഒരു എതിർപ്പുള്ളത്. നിന്നെയും കാത്ത് അക്ഷര അവിടെ ഉള്ളതാണ്. അതുകൊണ്ട് നീ ഇവിടെ എന്തായാലും ഇന്ന് താമസിക്കേണ്ട. എനിക്ക് കൂട്ടായിട്ട് അന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിരഞ്ജ മോനെ, നീ ഇന്ന് എന്തായാലും അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. നിന്നെയും കാത്ത് അക്ഷര അവിടെ ഉള്ളതാണ്. അതുകൊണ്ട് നീ ഇന്ന് ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടെ. അതോടുകൂടി നിരഞ്ജൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെയാണ് അമ്മയുടെ താല്പര്യമെങ്കിൽ ആ സ്ത്രീ ഇവിടെ ഉണ്ടായാലും എനിക്കെന്താ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഒരു വിരോധമുള്ളത്? അത് പറ്റില്ല എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നിരഞ്ജ. നീ പറയുന്നത് അനുസരിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ നിരഞ്ജ അവിടെ നിന്ന് എല്ലാ മനസ്സോടെ അങ്ങ് പോവുകയാണ്. നിരഞ്ജൻ്റെ അമ്മ പറയണ അക്ഷര ഒരു പാവമാണ്. അവളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ഈശ്വരൻ പോലും കൈവിടും. പിന്നെ നിനക്ക് ആ ശിക്ഷയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല മോനെ. അതുകൊണ്ടാണ് അമ്മ ഈ പറയുന്നത്. അപ്പോൾ നിരഞ്ജ വിഷമത്തോടു കൂടി പറയാണ്, ദൈവം എന്നെ എപ്പോഴേ ശിക്ഷിച്ചു അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നിരഞ്ജൻ്റെ അമ്മ എന്താ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറ്റിയത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സങ്കടത്തോടു കൂടി നിരഞ്ജൻ പോകുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കും ഒരു വിഷമാവാണ്. പിന്നീട് ദേവിക അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പ്രിയ വരുന്നത്. എന്താ ചേച്ചി ഇങ്ങനെ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എങ്കിൽ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ. പ്രേമേച്ചിക്ക് വയ്യ എന്നല്ലേ പറഞ്ഞ്, ഓർമ്മയൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. പ്രേമേച്ചിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ ഒരു വൈദ്യരെ പോയി കാണിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പെട്ടെന്ന് അങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ. അതെന്താ എന്താ ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് ചേച്ചിക്ക് മനസ്സിലായില്ല. നീ ഒന്നിങ്ങ് വന്ന് ഞാൻ എന്നോടൊരു സ്വകാര്യം പറയാം എന്ന് പറഞ്ഞ് അവിടെയൊക്കെ നോക്കാണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ദേവിക. എന്നിട്ട് പ്രിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. പ്രേമേച്ചിക്ക് ഒരു കുഴപ്പവുമില്ല. പ്രേമേച്ചി ഇപ്പോൾ ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിക്കുന്നത് ചന്ദ്ര കൊണ്ടുപോയ സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ചന്ദ്രയെ സഹായിച്ചത് ആരാണെന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രിയ പറയണ, ചന്ദ്രയെ സഹായിക്കാനുള്ളത് ആരാണെന്നുള്ളത് എന്താ ചേച്ചിക്കൊരു സംശയം? അത് മറ്റാരുമായിരിക്കില്ല, ആ ശരത്ത് തന്നെയായിരിക്കും. സ്വർണം എടുത്തതും അവർ രണ്ടുപേരും തന്നെയായിരിക്കും. പക്ഷേ അവരതൊക്കെ വിറ്റ് കാശാക്കിയിട്ടുണ്ടാവും ചേച്ചി. പിന്നെ എന്ത് ചെയ്യാനാണ്? എങ്കിൽ എനിക്കറിയാവുന്ന ശരത്തിൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പൈസ വന്നുള്ളത് എന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അതിനൊരു വഴിയുണ്ട്. എന്താ ചേച്ചി ഉദ്ദേശിച്ചത്? അതെ, അവനെ കൊണ്ട് പൈസ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ ഇനി ആലോചിക്കുന്നത്. അവനെ കൊണ്ട് തന്നെ അവനാണ് സ്വർണം എടുത്തത് എന്നും ചന്ദ്രയും അവനും കൂടിയാണ് സ്വർണം എടുത്തത് എന്ന് പറയിപ്പിക്കണം. അതിനുള്ള ഒരു വഴിയാണ് ഞാൻ ഇനി അടുത്തത് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞയോട് അക്കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ദേവിക. ശരത്തിനെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ദേവിക